എടാ ഇത് എഴുതി എഴുതി ഇതെല്ലാം ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് ശീതളേട്ടാ അല്ല ഞാൻ പറയാം ഇത് മാർക്കറ്റിൽ പോയിട്ട് ഞാൻ സാധനം വാങ്ങിച്ചോണ്ട് വരും ഇവിടുന്ന് കുറെ ആള് കടമായി പോകും. ഇവിടുത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ്. എങ്ങനെ കടമായി പോക്കാ പൈസ തരണ്ട? അല്ല അവരുടെ ഒരു ഓളത്തിലാണല്ലോ. 6 മണിക്കട് കഴിഞ്ഞ എന്റെ സ്തുതി നീ ഹോട്ടലുകളുടെ മുമ്പിലൊന്ന് ചെന്ന് നോക്ക്. കംപ്ലീറ്റ് ചെറുപ്പക്കാര് പിള്ളേരാ. വെറുതെ ഈ സിഗരറ്റ് മരിച്ചിട്ട് അവിടെ ഇരുന്ന് കട്ടൻ ചായ അതിന്റെ കൂടെ പിന്നെ എന്തെന്നാ ഇപ്പൊ പേരറിയാത്ത കുറെ സാധനങ്ങളാ. ഈ ചിക്കന്റെ പല വെറൈറ്റി സാധനം അടിക്കുക, അതിന്റെ കൂടെ കുറെ കലക്ക വെള്ളവും കുടിക്കും. നല്ല ടേസ്റ്റ് ആണ് ചെയ്തല്ലേട്ടാ. അല്ല ഇപ്പോഴത്തെ വൈബാണ് അത്. നമ്മളിത് അതൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് തന്ത വൈബായി. മനസ്സിലാവുണ്ടോ? ഇപ്പൊ നമ്മളെല്ലാരും കൂട്ടായിട്ടിരിക്കാണ്. ഒരു 10 മണിയാകുമ്പോടാ ഇനി നമുക്ക് പിരിയാം, നമുക്കൊന്ന് പോയി കിടന്നുറങ്ങാം എന്ന് പറഞ്ഞാട്ടല്ലോ. അപ്പൊ നമ്മള് തന്ത വൈബായി. പകല് കിടന്നുറങ്ങും വേണം, പണിക്കൊന്നും പോകണ്ട. പണിക്ക് അച്ഛൻ പോകണ്ടല്ലോ. ഈ തന്ത വൈബ് എന്ന് പറഞ്ഞ തന്ത പണിക്ക് പോണോണ്ടാണ് ഇവൻ വൈബ് കാണിക്കാൻ പറ്റുന്നത്. അത് ഓർക്കല്ല. ഇവിടെ നിനക്ക് മേടിച്ചു വെച്ചൂടാ കുറച്ച്. അങ്ങോട്ട് പാട് വന്ന് കിടന്നു. എന്താ ഉണ്ണിയ വിശേഷം? എന്ത് വിശേഷം? നിങ്ങളെ പറ്റല്ലോ. ഇടുങ്ങിയ കടയില് നിന്റെ ജീവിതം ഹോമിക്കപ്പെടും. തീ കൊളുത്തി രക്ഷപ്പെട്ടു പോടാ. ഒറ്റ ചിന്ത അല്ലെ, ഒറ്റ പ്രവൃത്തി. ഉണ്ണിയേട്ടനൊക്കെ മൊത്തം വൈബിന്റെ ആളാട്ടാ. ശീതളാ, ഇന്നലെ രാത്രി നമ്മൾ കിടക്കുമ്പോ എന്റെ ഓള് പറഞ്ഞു എന്നോട് കടല് കാണണമെന്ന്. രാത്രി ഒരു 2-2:30 മണിയായി. ആ സ്പോട്ടിൽ ഞാൻ ഓളയും കൂട്ടി കടലാണിക്കാൻ പോയി. പിന്നല്ലാണ്ട് 2 മണിക്കോ? 2 മണിന്നോ പാതിരാത്രിന്നോ കൂരാക്കിയിട്ടൊന്നും നോക്കണ്ട. അവള് ചോദിച്ചോ, ആ സ്പോട്ടിൽ കാണിച്ചോ. അല്ലാണ്ട് ശരിയാ. ഞാനാണെങ്കിൽ അതിന് നിൽക്കില്ല. അപ്പൊ ഇവര് പറയട്ടോ തന്ത വൈബാന്ന്. എന്റെ മോനെ ഇപ്പം 10ാം ക്ലാസ് പരീക്ഷ 2 എഴുതിനി. 3ാമത്തെ എഴുതുമ്പോ മോൻ രാവിലെ എന്നോട് അച്ഛാ ഇന്ന് പരീക്ഷക്ക് പോവാൻ ഒരു ഭയങ്കര ടെൻഷൻ വേണോന്ന്. എന്ത് പറഞ്ഞു? അനങ്ങാൻ പാടില്ല, നീ വീട്ടിൽ കുത്തിയിരിക്കും പറഞ്ഞു. ഞാൻ വീട്ടില്ല അല്ലേ? പോയാൻ പറ്റില്ല. അതാ വൈബേ. ഞാൻ ഓടിച്ചോളാം. നിനക്ക് ലൈസൻസ് ഉണ്ടോ? അല്ല വണ്ടി ഓടിക്കാൻ അറിയാലോ. വണ്ടി ഓടിക്കാൻ അറിയെന്ന് വിചാരിച്ചിട്ട് റോഡ് കൂടെ ഓടിക്കണ്ടേ? അതിന് ലൈസൻസ് വേണ്ടേ? ഓടിക്കാരാകുമ്പോ ഞാൻ പറയാം, അപ്പൊ ഓടിച്ചാ മതി. കേറ്. ഇതെന്താ ഇത്? അല്ല അച്ഛനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോ അറിയാതെ. ഇപ്പൊ ഇതെന്തിനാ അങ്ങോട്ട് പിടിച്ച് തിരിച്ചു വെച്ചിട്ടുള്ളത്? നീ ഇത് എന്തിനാണ് വണ്ടിയുടെ മുകളിൽ മിറർ? കാണാൻ. എന്ത് കാണാൻ? എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്തോ നീ പറഞ്ഞല്ലോ ഇപ്പൊ? അച്ഛന് തോന്നിയതാ? തോന്നിയോന്നല്ല, നീ എന്തോ പറഞ്ഞു. തന്നട തലാന്നാ? എന്താണത്? ഓ ചെവി കൊളയണ്. അവൻ വന്നിട്ടില്ല, വരൂപ്പ. പെട്ടിയൊക്കെ പാക്ക് ചെയ്താ? പെട്ടിയാ? നിങ്ങൾ എവിടെ പോണ്? അതൊന്ന് നിർത്തടാ, ചെവി കേക്കട്ടെ. ഇവിടെ നമ്മള് ഹിമാലയത്തിൽ പോകുന്നു. ഹിമാലയത്തില്? നമ്മൾ ഇതുകൊണ്ട് ഗോവയിൽ പോവും. ഗോവന്ന് വൈബ് കിട്ടി കഴിഞ്ഞാൽ നേരെ ഹിമാലയ. അവിടെ നിന്ന് വൈബ് കിട്ടിയാ അവിടെ നിന്ന് അങ്ങോട്ടേക്ക്. എങ്ങോട്ടേക്ക്? ഇതിനൊക്കെ ഒരു പ്ലാനിങ് വേണ്ടടാ. അയ്യേ, ഇത് പ്ലാൻ ചെയ്ത് പോണൊക്കെ തന്ത വൈബ്. ഇത് ഒറ്റ മൈൻഡ് സെറ്റ്, ഒറ്റ പോക്ക്. ഞാൻ കിടന്ന് ഉറങ്ങിയ സമയത്താ ഇവൻ വിളിച്ച് പറഞ്ഞത് സ്വരൂപ് അല്ലെ ട്രിപ്പിന് പോകണമെന്ന്. അപ്പ എടുത്തില്ലേ കൂട്ടാൻ്റെ കോട്ടും മാച്ച ഒരു ബാഗിൽ സാധനം കിട്ടി താ വന്നു. കള്ള, എന്തായാലും പരീക്ഷ കഴിഞ്ഞല്ലേ, അടിച്ചു വിളിച്ചിട്ട് വാ. അതെ വന്നല്ല. എവിടെ ഇറങ്ങി പോണ്ടേ? പോണ്ടേ? എന്നോട് പറഞ്ഞില്ലല്ലോ പോണത്. അവര് ടൂറ് പോകാ. ടൂറോ? ഇവനെ വിളിക്കാൻ വേണ്ടി വന്നാ. അത് നന്നായി. അപ്പൊ പരീക്ഷ ഒക്കെ കഴിഞ്ഞല്ലേ, അപ്പൊ ഒന്ന് പോയിട്ട് വന്നോട്ടെ അല്ലേ? പോയി ഡ്രസ്സൊക്കെ എടുക്ക്. എവിടൊക്കെ പോണത് നിങ്ങള്? നമ്മൾ ഇവിടുന്ന് നേരെ ഗോവ, അവിടുന്ന് വൈബ് പിടിച്ച നേരെ ഹിമാലയം. ഗോവ പിന്നെ ഹിമാലയം. തിരക്കിട്ടില്ല, നല്ലതാ. അപ്പൊ ട്രെയിനിന് ടിക്കറ്റ് ഒക്കെ നേരത്തെ എടുത്തു? ടിക്കറ്റിന്റെ ആവശ്യമില്ല. നമ്മള് ബൈക്കിലല്ലേ പോകുന്നത്. ബൈക്കിനോ? അതെ. ഗോവക്കോ? ഇവിടുന്ന് ബൈക്കിനോ? ബൈക്കിന് പോണൊരു വൈബ്.
അയ്യോ ബൈക്കിന് ഇപ്പൊ പോക്ക് അതിന് നിങ്ങൾക്കൊക്കെ ലൈസൻസ് ഉണ്ടോ എല്ലാവർക്കും? എനിക്കും ഇല്ല, ആ പിന്നെ ഇവനില്ല, അവനുമില്ല. അവനുമില്ല. ആർക്കും ലൈസൻസ് ഇല്ല. ഇതിന്റെ ആവശ്യമില്ലല്ലോ. പെട്രോൾ പമ്പിൽ പോകുന്നു, പെട്രോൾ അടിക്കുന്നു, ഗൂഗിൾ അമ്മച്ചി പറഞ്ഞ കേൾക്കുന്നു, വിടുന്നു. പിന്നെ കേരളത്തിലാണല്ലോ ഈ ന്യൂൻസൻസ് ഒക്കെ ഉള്ളത്. നമുക്ക് അതിന്റെ അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒറ്റ മൈൻഡല്ലേ? ഒറ്റ മൈൻഡാ? അതെന്താ ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞാ നമ്മളൊന്നും തീരുമാനിക്കാതെ ഒറ്റ ചിന്തയില് ഒറ്റ പോക്ക്. മറ്റേതാകുമ്പോഴത്തേക്ക് ചിന്തിച്ചു കൂട്ടി അങ്ങനെ പോലെ ഓടം പോവേയില്ല, ഇവിടെ നിൽക്കുന്നു. വരുമ്പോലെ വരുന്നു വിചാരിച്ചിട്ട് ഒരു പോക്ക് അല്ലേ? ട്രൈപ്പോഡ് വീഡിയോ എടുക്കണ്ട, നിക്ക് പോവാൻ വരട്ടെ. ഇതിപ്പോ ബൈക്കിനാ പോണെന്നാ പറയണത്. ബൈക്കിനാ പോണേ, അത് നടക്കില്ല. ബൈക്കിന് പോണ് എന്ത് കുഴപ്പമില്ലാന്നറാ. ഇവർക്ക് ഒറ്റ തന്നെ ലൈസൻസ് ഇല്ല. ഈ പെട്രോൾ അടിക്കാൻ പൈസ എങ്ങനെ കയ്യിലുണ്ടാ? അത് കൂട്ടുകാരെ വിളിച്ചാൽ കൂട്ടുകാരെ വിളിച്ചാ മതി. പിന്നെ അങ്ങൾ ഇട്ട് തരൂലേ? ഞാൻ ഇട്ട് തരൂല. ഇട്ടുതരാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല ഈ വക തോന്നിയ ദിവസത്തിന്. ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ല. നീ പോണെന്ന് നിർബന്ധമാണെന്നൊരു കാര്യം ചെയ്യ്. നീ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ട് പോയാൽ മതി. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവരെ മീറ്റ് ചെയ്യുക. പിന്നെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആ കാഴ്ച എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ ഇവിടെ വരിക. അല്ലാണ്ട് ഈ മറ്റേ ബൈക്കിന്റെ മുകളിലുള്ള ടൂർ നടക്കില്ല. അത് സമ്മതിക്കില്ലേ? നിങ്ങൾ വേണം പൊക്കോ, നകുലിനില്ല കേട്ടാ. പിന്നെ ഈ തലയുടെ മുകളിൽ വെക്കേണ്ട ഒരു സാധനം ഉണ്ട് ഇല്ലേ? അത് കൂടെയൊക്കെ അത് എടുത്ത് കയ്യിൽ വെക്കി, അല്ലെങ്കിൽ തലയുടെ മുകളിൽ വെക്കി. വേനകത്തുണ്ട്. മതിയല്ലോ, കയ്യിൽ വെച്ചാൽ മതി. സൈഡ് നിങ്ങൾ പോവാണോ വേം വിട്ടോ. ഹിമാലയത്തിലേക്ക് എത്തണ്ടല്ലേ, സമയം വൈകണ്ട കേട്ടാ. ഇതേ തന്ത വൈബിന്റെ മൂർധന്യ അവസ്ഥയാണ്. അച്ചാച്ചൻ വൈബ്. ഫോട്ടോ അയക്കാം. വിജയകരമായി ഡിഗ്രി പൂർത്തിയാക്കാൻ പോകുന്ന എന്റെ കുരുപ്പിന് ആശംസകൾ ബ്രോ ഡാഡി. അടിപൊളിയല്ലേ? ഇതെന്തെന്നാ മനുഷ്യൻ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? ഇതെന്താ കുരുപ്പെന്നോ? എടി മക്കള് തന്നോളം പോന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സിനെ പോലെ വളരണം, അല്ലാതെ കുട്ടികളെ കൂട്ടിലടച്ച് വളർത്തല്ല വേണ്ടത്. ഇത് വാങ്ങിക്കഴിഞ്ഞിടണ്ടേ? ആള് നോക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത്തിരി ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഞാൻ തേനാണത്. എവിടെ പോയിട്ട് വരാ? ഞാൻ ആ കടയിൽ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയാ, അപ്പൊ കാടി ഇല്ല. ചേച്ചിയുടെ സാരി നല്ല രസം കിട്ടാ. ഇവിടെയും കൂട്ടി വൈ നടക്കാൻ പറ്റുന്നില്ലെന്ന് ചെക്കന്മാര് വായി നോക്കിട്ട് വെള്ളം ഇറക്കി കൊണ്ടിരിക്കും. എന്നാ ചെയ്യണ്ട്? എനിക്ക് കുറച്ച് ഭംഗി കൂടിയെന്നും പറഞ്ഞോണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഭംഗി കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടാ? എന്റെ രാഘവട്ട, അതിൽ സന്തോഷിക്കല്ലേ വേണ്ട. നമ്മുടെ ഭാര്യയ്ക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ട്, അവളെ മറ്റുള്ളവരെ കണ്ട് ആസ്വദിക്കുന്നു പറയുമ്പോ അതിൽ അഭിമാനം കൊള്ളേ. അസൂയാണ് ചേട്ടൻ, അസൂയാണ്. എന്റെ ഋഷിമോൻ എന്തി? അവൻ മാർക്കറ്റിലേക്ക് ഒരു ആവശ്യത്തിന് പോയിരിക്കും. 2 ദിവസമായി കണ്ടിട്ട്. അവൻ ഈ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണല്ലോ, അപ്പൊ അവൻ എന്തായാലും ജയിക്കും. അപ്പൊ അതിനു വേണ്ടി ഒരു ഫ്ലെക്സ് അടിച്ചത് എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ചുള്ളയ്യ എവിടെ എത്തി? ഋഷി
ഞാൻ അവന്റെ ഫോണൊന്ന് നോക്കുക. ഫോൺ നമുക്ക് വിൽക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കണേ എന്തിനാണ്? ഇവൻ ആരൊക്കെ വിളിക്കുന്നുണ്ട്, ഇവൻ ആരെ വിളിക്കുന്നുണ്ട്, ഇനി അവന് വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ, ഇതൊക്കെ ഒന്ന് അറിയണ്ടേ. അവൻ കുഞ്ഞൊന്നല്ല, അവന് അത്യാവശ്യം കാര്യമൊക്കെ അറിയാം. ആ കുഞ്ഞാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, കുഞ്ഞല്ല. അതുകൊണ്ടാ ഈ നോക്കണത്. വായിട്ട് അലക്കാൻ നിൽക്കും സമാധാനത്തോടെ. ആ ഇത് മാറ്റി, എന്ത് മാറ്റി? പിന്നെ മാറ്റി. അതിപ്പോ അവൻ മാറ്റിണ്ടാവുമായിരിക്കും. മാറ്റിയിട്ടുണ്ടാവും, നിനക്കറിയില്ലേ? എനിക്കെങ്ങനെ അറിയണേ? എന്നോട് പറഞ്ഞിട്ടില്ല. എന്തിനാ എന്നോട് പറയണേ? ഞാൻ ഒരു സംശയം ചോട്ടെ, നിങ്ങൾ ഈ ഫോൺ തുറന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോലും? എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ? പറഞ്ഞിട്ട് കാര്യമൊന്നും പോയവിടുന്ന് തന്ത വൈബ് പറഞ്ഞോണ്ട് നിക്കാം. എന്തെന്ന്? തന്ത വൈബ്. ഇറങ്ങി വാടാ കൂടെ. എവിടെ ഇവിടുത്തെ കുരുപ്പ്? ചേട്ടാ ഹലോ, ഞാൻ ആ മുതുക്കനല്ല വിളിച്ചത്, കുരുപ്പില്ല നിങ്ങടെ. എടാ മോനെ, മോനെ ഋഷി, ഋഷി ദേ ഇങ്ങി വന്നേ. നീ എന്താണ് ദേ അങ്കിള് വിളിക്കുന്നു, ഇങ്ങി വന്നേ. അങ്കിളാ? എവിടെ വേടാ? എന്തെങ്ങളാ? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്തുദ്ദേശം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ പറ്റി? മര്യാദക്ക് അല്ലെങ്കിൽ ഇടിച്ചു നിന്റെ നെഞ്ചാം കൂടി ഞാൻ പൊളിക്കുക. എന്താ എന്താ കാര്യം? എന്താ ഈ നേരത്ത്? ഞാനേ ഉള്ള ബന്ധം കളയരുത്. നിന്റെ ചെക്കനെ വേണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് വളർത്തിക്കോ, അല്ലെങ്കിൽ അവന് വേണ്ടി നീ ഒരു വീൽ ചെയർ കരുതിക്കോ. എന്താ കാട്ടിയത്? എന്റെ മോളെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടേക്കണം നിന്റെ മോൻ. അതെ. ആ ഏത് കുട്ടിയാടാ? സോന ഇത്ര മുടിയുള്ളത് എന്റെ മോളാണ്. സുഗത തമാശ കളിക്കരുത്. എടാ നിന്റെ മോളുടെ മാത്രല്ല ഇവന്റെ കൂടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഫോട്ടോ. അതെ, നീ എല്ലാ പിള്ളേരുടെയും ഫോട്ടോ ഇട്ടോ. എന്റെ മോളെ ഫോട്ടോ ഇടണ്ട സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് മാത്രമല്ല ഇവൻ ചാറ്റ് ചെയ്യുന്നുണ്ട്. രാത്രി 11 മണി കഴിഞ്ഞ് എന്റെ മോളുടെ എന്ത് അവന് ചാറ്റ് ചെയ്യാന്? ചായ കുടിക്കാൻ തൊഴിക്കും. എന്താ നീ എന്താ കാണിക്കണേ? എന്റെ കൊച്ചിനെ ഞാൻ മര്യാദക്ക് ഇങ്ങനെ പ്രഷർ അടിക്കണേ? പ്രഷർ അടിക്കും. അങ്ങനെയാണ് വളർത്തണത്. എടാ അവന്റെ ഫ്രണ്ട് രാത്രി 11 മണിക്ക് ഒരു കാപ്പി കുടിക്കാൻ വിളിച്ച എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? രാത്രി പ്രത്യേക രസമാണ്. 11 മണിക്കൊക്കെ ഗാങ് ആയിട്ട് പോയിട്ട് കാപ്പി കുടിക്കാൻ പറഞ്ഞാൽ എന്താ? ഭയങ്കര രസമാണ്. അത് എന്റെ കുട്ടി എടുത്ത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ രസം എനിക്ക് വേണ്ട. അവർക്ക് ഞാൻ വീട്ടിൽ ചായയും തിന്നാനും കഴിക്കാനൊക്കെ ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇനി നിന്റെ ഈ ചെറ്റ ചായ മേടിച്ച് കൊടുക്കേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ എന്റെ മോനെ ചെറ്റ പറ്റെന്ന് ചേട്ട അലവനെ വിളിക്കേണ്ട വേറെ പലതും എന്റെ വായിലുകളൊന്നും ചൊറിയുന്നുണ്ട്. അതെ നീ വലിയ മാന്യനാവല്ലേ? നീ നിന്റെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള തെണ്ടിത്തിരക്ക് ഞാൻ വീടുമ്പിൽ വിളിച്ചു പറഞ്ഞ. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഒന്നുണ്ടാക്കടാ. എന്ത് ചെയ്തെന്നാ? ഞാൻ നീ എന്തൊന്നും ചെയ്തില്ലേ ചെറുപ്പത്തിൽ? എന്ത്? അതെ അതെ, ഞാൻ പഠിക്കുന്ന സമയത്ത് നാരങ്ങ മിഠായി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക, മാങ്ങ അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമേ നെല്ലിക്ക നാരങ്ങയൊക്കെ അന്ന് മേടിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് ഇവര് വേറെ ഓരോ സാധനം മേടിച്ചു കൊടുക്കണം. അതിനെന്താ തെറ്റ്? ഓ അത് ശരി. അപ്പൊ നീ അത് വെച്ച് ഇത് കാലഘട്ടം വേറെയാണ് സുഗത. ഈ കാലഘട്ടത്തിൽ ഇതൊന്നും നല്ലതല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇത്ര ഡീസന്റില്ലാത്ത കുടുംബത്തിലെ കുട്ടികളായിട്ടുള്ള ഒരു ബന്ധം വേണ്ട. നാളെ തന്നെ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. നല്ല അന്തസ്സുണ്ടാ. നീ ഒരു കാര്യം ചെയ്യും, നിനക്കും കൂടെ ഒരു വീൽ ചെയർ കരുതി വെച്ചോ. നാട്ടുകാർ നിന്റെ മോനെ തല്ലി കൊല്ലും. നീ നോക്കിക്കോ. പിന്നെ ഒരു കാര്യം ചെയ്ത് നിന്റെ ഭാര്യയുടെ ഫോട്ടോ ആടാ, ഞാൻ സ്റ്റാറ്റസ് ഇടാടാ. നമ്മളെ ഗോവയിൽ പോയ ഫോട്ടോ ഇല്ലേ നല്ലത്, അതൊന്നും കൊടുക്കേ. ഫോൺ നമ്പർ വേണം. ഒന്ന് പോടാ. പിന്നെ എനിക്കതല്ലേ പണി, നിന്റെ പെണ്ടാട്ടിയുടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നത്. പിന്നെ പുരോഗമന ചിന്തയില്ലാത്ത നിന്റെ ഈ ചെക്കനെ നീ വേണ്ടാന്ന് പറഞ്ഞ് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്തിക്കോ. നീ നിന്റെ മോള് പൊട്ടകന്റെ തവള പോലെ അവിടെ കടന്ന് ആയിക്കോട്ടെ. എന്റെ മോളെ ഞാൻ ഫോട്ടോ ചായ വാങ്ങി കൊടുക്കാൻ പോണ അവൻ നല്ലൊരു ബെൽറ്റ് മേടിച്ച് ആരെങ്കിലും വെച്ച് കെട്ടിക്കൊണ്ട് കിടക്കണം. നീ നിന്റെ കാളനെ അഴിച്ചുവിട്ട് വളർത്തിക്കോ. നാട്ടിലെ വണ്ടി എടുത്ത് പുറത്തേക്ക് പോടാ, ഗേറ്റ് അടയ്ക്കാം. ഞാൻ ഇവിടെ താമസിക്കാൻ വന്നല്ല. അല്ലെങ്കിൽ നിന്നെ പോലത്തെ അലവലേക്ക് താമസിക്കുന്ന സ്ഥലമല്ല. അയ്യോ താമസിച്ചാലും അത് ഇങ്ങനെ അണ്ടർവെയർ എന്റെ വീട്ടിൽ താമസിക്കാൻ പോണേ. പോയി മുണ്ടെടുത്ത് കൊടുക്കണം. ഷോ കാണിച്ചു.
കഴിക്കളിയ ഇത് ത്രൂ അല്ലേ? ഋഷിയേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, DG പാർട്ടിക്ക് പോയിരിക്കുക. 12 മണിയാവും പാർട്ടി കഴിയാൻ. അപ്പൊ അവൻ വരുമ്പോഴത്തേ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ കൂടെ പോ, അതുവരെ കളിക്കാം നമുക്ക്. ഇതേ അളിയാ, അളിയന്റെ കളി കളിക്ക്. എന്താ പറ്റിയ? ഇവിടെ ഒന്നല്ലല്ലോ ശ്രദ്ധ. കുഴപ്പമില്ല. ഒരു മിനിറ്റ് ഇട്ടാ ഒന്നുമില്ല, കളിക്കാം. വാ വാ കളിക്കാന്ന്. ആ ഒരു കുഴപ്പമില്ല, വാ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എന്താണ് അളിയൻ എന്താ പറ്റി? എന്താണ്? അളിയന്റെ മനസ്സ് ഇവിടെ ഇല്ലല്ലോ. ഇല്ലാതെ ഒന്നുമില്ല, കളിക്കാം. പണ്ടെന്തേലും പറഞ്ഞ എന്തൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് സത്യം എന്നോട് പറ, മറച്ചു വെക്കല്ലേ. ഞാൻ അളിയൻ എന്തെങ്കിലും കാണാൻ തുടങ്ങിയതല്ലോ. അളിയാ, നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങള് മക്കളൊക്കെ നന്നായി കിട്ടണമെങ്കിൽ നല്ല ഭാഗ്യം ചെയ്യണം. ഭാഗ്യം ചെയ്യൽ മാത്രമൊന്നുമല്ല, അവരെ വളർത്തുന്ന രീതിയുണ്ട്. അവരങ്ങനെ അടിമകളെ പോലെ വളർത്തരുത്. ഇന്നത്തെ പ്രായത്തിലുള്ള കുട്ടികളെ എങ്ങനെയാ വെച്ചാൽ അവർക്ക് അതിനനുസരിച്ച് വളർത്തണം. അപ്പൊ എന്റെ മോനും എനിക്കൊരു പ്രശ്നമില്ലല്ലോ. അവൻ കൂട്ടുകാരനെ പോലെ അല്ല എന്റെ കൂടെ ജീവിക്കണം. ഇപ്പോ അവൻ എന്നോട് ചില ഭാഷ പ്രയോഗിക്കുന്നുണ്ട്. അവനാ? അത് പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടാവണില്ല. അവൻ മാത്രല്ല, അവളും ഉണ്ട്. പെങ്ങളാ? എന്ത് ഭാഷ അത്? എന്താന്ന് ചോദിച്ചപ്പോ അത് അങ്ങനെ എന്താ ഞാൻ പറയാ. എന്നാലും എന്താ പറഞ്ഞു? അവൻ പറയാണ്, അതായത് പുറത്ത് പറയരുത്. ഇല്ല, പറ. അവൻ എന്നെ തന്തയ്ക്ക് കൂട്ടി പറഞ്ഞു. എന്ത് നകുലനോ? നകുലൻ വെറുതെ ഇല്ലാത്ത പറയല്ലേ. അല്ല, അവളും പറയണ്ടേ. എന്താ പറഞ്ഞ? എന്താ വിളിച്ച്? അളിയൻ എന്താ വിളിച്ചവൻ? ഞാൻ ബാസ്റ്റഡ് എന്നാണോ? ബാസ്റ്റഡ് അല്ല, ബാത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് കേട്ട് കഴിഞ്ഞാല് ഇതൊരു ഉറക്കെന്നും പറയില്ല, അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചിട്ടാ പറയണത്. ഭാര്യ പക്ഷെ 1-2 പ്രാവശ്യം എന്നോട് അതിങ്ങനെ കുറച്ച് കൂടുതലായിട്ടും പറഞ്ഞു, കേൾക്കാത്ത തരത്തിൽ പറഞ്ഞു. ഇവൻ പക്ഷെ കേൾപ്പിക്കണില്ല. തന്തയ്ക്ക് പറയാണ്, അതായത് തന്ത വൈബ് എന്നാണ് പറയുന്നത്. എന്താ ശരിക്കണേ? ശരിക്കണത് എന്താണ് ചിരിക്കണെന്ന് ഒരു വിഷമിച്ചെടുക്കാൻ? എന്ത് പൊട്ടനാ നീ? എന്തേ തന്തയ്ക്ക് വിളിച്ചത്? പിന്നെന്താണത്? എന്റെ അളിയ, അത് തെറിയൊന്നും തന്തയ്ക്ക് വിളിച്ചൊന്നല്ലത്. എന്താണത്? നമ്മുടെ ഈ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരില്ലേ, അവർ നമ്മൾ പഴയ ആൾക്കാരെയും പഴയ രീതികളെയും നമ്മൾ സാധാരണ പഴഞ്ചെന്ന് പറയില്ലേ, അതേപോലെ കളിയാക്കി പറയുന്ന ഒരു പദമാണ് ഈ തന്ത വൈബ് എന്ന്. ഇപ്പൊ എന്താ എന്റെ മോൻ വിളിക്കണ് വൈബ് തന്താന്ന്. അതായത് ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അനുസരിച്ച് അവർക്ക് അനുസരിച്ച് അവർ പറയുന്ന രീതിയിൽ നടക്കുന്ന അച്ഛൻ, അത് വൈബ് തന്ത. നീ തന്ത വൈബ്. ഒന്ന് വൈബ് തന്ത ആയാൽ മതി, പ്രശ്നം തീർന്നു. വന്നാ കളിക്കാൻ. എന്തായാലും ഇതൊന്നും ശരിയല്ല ഈ വക പരിപാടി. അതൊന്നും ശരിയാവും. ഇങ്ങോട്ട് വാ, ഞങ്ങളോടാ നിറച്ചൊഴിക്കണ വെള്ളം. രേഷ്മ വിളിക്കാറുണ്ടോ? രേഷ്മ വിളിക്കാറുണ്ട്. ഒരു വൈബ് ഇട്ട പണ്ടത്തെ വൈബ് ഇട്ടാണല്ലോ പോളായിട്ട്. അവളെല്ലാം വീട്ടിൽ പറയണ്. ഞാൻ വിട്ട് ഇപ്പൊ വേറെ ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ നമ്പർ എന്ന് പറയടാ. നമ്പർ എന്തിനാണ്? ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ നമ്പറൊന്നും വേണ്ട, പേരടിച്ചു കൊടുത്താൽ മതി. കണ്ടാ മതി കേട്ടാ. വേറെ ഏതാ നോട്ടെ? വേറെ ഇത് നല്ല കുട്ടികളാ. ട്രൈ ചെയ്യുന്നുണ്ട്, എന്റെ ട്രൈയിലുള്ള വീണിട്ടില്ല. ഒരെണ്ണൂടി ഒഴിക്കടാ. എനിക്ക് ഇൻസ്റ്റാഗ്രാം വേണടാ. ഇൻസ്റ്റാഗ്രാം എന്തിന്? ഫേസ്ബുക്ക് അത് മതി. പിടിച്ച് കാണിച്ചിരിക്കട്ടെ. ഡാഡി എന്താ ഡാഡി വൈബാണ് ഡാഡി. ഈ ലോകത്തില്ല ഡാഡി, ഡാഡിനെ പോലെ വേറെ ഡാഡിനെ കിട്ടൂല ഡാഡി.
മതി. അതെ മമ്മി കണ്ട നീ വെച്ചോ. ഇത് സേഫാക്കി വെക്കട്ടോ. എന്റെ പ്രായത്തിലുള്ള എല്ലാ അവന്മാരെ രാത്രി സെക്കൻഡ് ഷോയ്ക്ക് വിടുന്നുണ്ട്. രാത്രി മിഡ് നൈറ്റ് കോഫി കുടിക്കാൻ പോകുന്നുണ്ട്, ബൈക്ക് റൈഡിന് പോകുന്നുണ്ട്. നമ്മുടെ അച്ഛൻ മാത്രം എന്താണ് എന്നെ ഇങ്ങനെ ഒരിടത്തും വിടാതിരിക്കുന്നത്? നിന്നെ അച്ഛൻ അങ്ങനെ പിടിച്ചു വെക്കണമൊന്നുമില്ലല്ലോ. നിനക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ അച്ഛൻ തരുന്നുണ്ട്. ഇത് ശ്രദ്ധ കൂടുന്നതിന്റെ ഒന്നും അല്ല, പിന്നെ ഇത് തന്ത വൈബ് കൂടി വരണ. കൂച്ചിട്ടു ഞാൻ നീ പോയടാ അവിടുന്ന്. നിന്റെ കാര്യമൊക്കെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ നോക്കണ്ട്. പിന്നെന്താ? അതെ, ഇന്ന് രാത്രിയില് കോഫി കുടിക്കാൻ പോകുന്നുണ്ട്. എടാ മോനെ, നിനക്ക് എപ്പ ചായ വേണം? ഇപ്പൊ വേണോ? അമ്മ ഉണ്ടാക്കി തരാ. ഇനി രാത്രി 12 മണിക്കേ ചായ കുടിക്കുള്ളെങ്കിൽ അപ്പൊ അമ്മ ഉണ്ടാക്കി തരും. അമ്മ രാത്രിയില് കൂട്ടുകാരായിട്ട് ബൈക്കിലൊക്കെ ഒന്ന് പോയി ഒരു ചായ കുടിച്ച് അവന്മാരായിട്ടൊന്ന് സംസാരിച്ചിരിക്കുന്നതിന്റെ ഒരു വൈബ് അടുക്കള കിട്ടുവോ? ഇതൊക്കെ തന്നെ അച്ഛനും പറയണത്. ആരോട് പറയാനിത്? എന്താടാ നിനക്ക് രാത്രി 12 മണിക്ക് ചായക്കടയിൽ പോയി ചായ കുടിക്കണം, അത്രയല്ലേ ഉള്ളൂ? ശരി, അച്ഛൻ വരട്ടെ. അച്ഛനോട് ഞാൻ പറയാം, അച്ഛനും അമ്മയും മോനും കൂടി പോയി ചായ കുടിക്കും. വൈബും കിട്ടുമല്ലോ നിനക്ക്. പോരെ? നീ വേണം നിന്റെ കൂട്ടുകാരെയും വിളിച്ചോ. എന്റെ പൊന്നു, ഒന്നും പറയണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നല്ല ഭംഗിയായിട്ട് ദേഷ്യം കാണാൻ. ഇപ്പൊ ചായ വേണോ നിനക്ക്? വേണ്ട, ചായ വേണ്ട, ഒന്നും വേണ്ട. നാരങ്ങളും വേണോ? ഒന്നും വേണ്ട, എനിക്ക് വൈബ് മതി. അത് തരുവാ? അതെവിടുന്ന് കിട്ടും നിനക്ക്? എന്താടാ? അല്ല ഞാൻ കുറെ പ്രാവശ്യമായി വിളിക്കണേ, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ വിളിച്ചിരുന്ന? ആ അതെന്നെ കിട്ടുന്നില്ല. നിന്നോട് എന്തേലും പറഞ്ഞിരുന്ന? ഇല്ലേ? ഇതിപ്പോ ആർക്കും അറിയില്ല പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇതിപ്പോ എവിടെ പോയി? എന്തായാലും വിവരം കിട്ടി അറിയിക്കണം കേട്ടാ. ആ ചേട്ടാ വാ. അല്ല ഈ ഋഷി എങ്ങാനും ഇവിടെ വന്നിരുന്നോ? ഋഷിയാ? ഇല്ല, അവനിങ്ങോട്ട് വരാറില്ലല്ലോ. അല്ല വരാറില്ല, അതാണ് പിന്നെയും. അല്ല എന്നാലും എന്തെങ്കിലും കാര്യത്തിന്? ഇല്ലമ്മോ, വിളിച്ചൊന്നുമില്ല, മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. അതെ, ഋഷി ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നിട്ടില്ല. ഫോണ് വിളിച്ചിട്ട് അവ എടുക്കണില്ല. അപ്പൊ എവിടേക്കാ പോണെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ, ഒന്നും പറഞ്ഞിട്ടില്ല അവൻ. ഒന്നാമത് അളിയാ, ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന സമയം വരുന്നൊക്കെ നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ്. എന്താ മണ്ടു ഈ അളിയൻ പറയുന്നത്? അവൻ 11 മണിക്കും 12 മണിക്കും ചില ദിവസം വരാറുമില്ല. പക്ഷെ അവൻ എന്നെ വിളിച്ചു പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് അവ എടുക്കാറുണ്ട്. അല്ല, ഇന്നലെ കുട്ടി ഫോൺ എടുത്തിട്ടില്ല, ഈ നേരം വരെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. കൂട്ടുകാരെയും വിളിച്ചു നോക്കിയോ? എല്ലാവരോടും അന്വേഷിച്ചു, അവരോടൊന്നും പറയാതെ പോയിരിക്കണതേ. അപ്പൊ എന്റെ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അളിയ, അല്ലെങ്കിൽ അവൻ എന്നെ വിളിക്കണതാണേ. എന്താ ചെയ്യാ പോന്ന്? അവനെ അവിടെ ഒന്നും അറിയാൻ എന്താ ചെയ്യാ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആ രാഘവേട്ടനില്ലേ, രാഘവേട്ടനെ കൂട്ടിയിട്ട് ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാ. ആ SI ആയിട്ട് മൂപ്പർക്ക് നല്ല കണക്ഷൻ. പോലീസിൽ പറയൊന്നും ചെയ്തിട്ടില്ലല്ലോ? എന്നാ പിന്നെ കംപ്ലൈന്റ് കൊടുക്കുക, അതാ നല്ലത്. രാഘവേട്ടൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുത്തുള്ള സ്റ്റേഷനിലൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോലീസിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവന്റെ ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം. കണ്ടുപിടിക്കണം സാറേ. താങ്കോട് വന്നേ. സാറേ, ഞങ്ങളെ അച്ഛനെയും മകനെ പോലെ അല്ല ജീവിച്ചിരിക്കുന്നത്, ചങ്ക് ബ്രോകളെ പോലെ. നല്ല സ്വാതന്ത്ര്യം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അവ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയും, എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവനോട് പറയും. ഇതിപ്പോ എന്താണെന്നറിയോ, 1 മണിക്കൂർ വിട്ട് നിന്നാ എന്റെ മോൻ എന്നെ ഫോൺ ചെയ്യാറില്ല. ഇപ്പൊ ഫോൺ ചെയ്യാത്തോണ്ട് അവരെന്തോ പറ്റിയിട്ടുണ്ട് സാർ, അന്വേഷിക്കണത്. പോലീസ് സ്റ്റേഷനാണ് സാറേ. എനിക്ക് തോന്നുന്നതേ ആ ചെക്കന് വല്ല ഇല്ലീഗൽ ബന്ധങ്ങളുണ്ടോന്നാ. അല്ലെങ്കിൽ പെൺകുട്ടികളായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിലേ, പെൺകുട്ടികളുടെ കുടുംബക്കാരെ ചെക്കൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ? സാറ് സങ്കടപ്പെടണ്ട, നമുക്ക് കണ്ടെത്താം.
എനിക്കൊരു സംശയമായി. ഇപ്പൊ ഈ മോന് വല്ല ലവ് അഫെയർ എന്തെങ്കിലും ഉണ്ടായിട്ട് വല്ല സൂചന കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാറേ. കാരണം എന്താ വെച്ചാൽ ഈ മോന്റെ പിന്നെ പെരുമാറ്റം എനിക്ക് ഞാൻ അമ്മാവനാണ് അറിയാൻ, പക്ഷെ എന്നാലും ഒരു അത്ര സുഖകരമായിട്ടുള്ള സംഗതി അല്ല. അവന്റെ എല്ലാ പരിപാടികൾക്കും വളം വെച്ച് കൊടുക്കളിയ ഒരു വകതിരിവുറവുണ്ടല്ലേ? അതെ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അത് ഈ തലയെക്കെട്ട് കണ്ടപ്പോ എനിക്ക് തോന്നി, അല്ലെ മോനെ കാണാതെ ആവുമ്പോ ഇങ്ങനത്തെ ഒരു കെട്ടും കെട്ടി സ്റ്റേഷനിൽ വരില്ലല്ലോ. സ്റ്റൈലല്ലേ സാറേ? നേരെ സാറേ, അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ഈ ദുരഭിമാന കൊലയൊക്കെ നടക്കുന്ന കാലാണ്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണം, ഞാൻ പറഞ്ഞോളാം. അത് സാറേ, ഇപ്പൊ ഈ ചെക്കൻ വലിയ വീടുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രേമോ ബന്ധമൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പൊ ഈ പയ്യന്മാരെ തീർത്ത് കളയണ ഒരു പ്രവണത ഈയിടെയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ദുരഭിമാന കൊല അപ്പൊ അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടി വരും. അളിയാ, വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും കുട്ടികളായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടാ? അത് എന്തറിയോ, പറയൂ. പറഞ്ഞോ. അല്ലാടിയ മോന് ഒരുപാട് പെൺകുട്ടികളായിട്ട് ഫോണിൽ ആരൊക്കെയാണ് ആരാന്ന് എനിക്കെങ്ങനെ അറിയാം? അതെ, ആരൊക്കെയാണ് ബന്ധമുള്ള വെച്ചാണ് പറഞ്ഞോ. ഒരുപാടുണ്ട്. എന്താ നല്ല തന്തേമോനുമാണല്ലോ. കുട്ടികളിപ്പോ ഏതൊക്കെ കുട്ടികളായിട്ട് ബന്ധമുണ്ടെന്നാ പറയണത്. അങ്ങനെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിച്ചു തന്നാലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ചെക്കൻ ചില്ലറക്കാരനല്ല. മോയ് സാറേ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പയ്യന്റെ ഫുൾ ഡീറ്റെയിൽ കൊടുക്ക്. അതൊന്ന് പത്രത്തിൽ പരസ്യം ചെയ്തു കേട്ടോ. സാറേ, പത്രത്തിലിടുമ്പോഴേ പത്രത്തിലിടുമ്പോ പത്രത്തിൽ വരും, ആളുകൾ വായിക്കും. ഞാൻ പറയണ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്താ സാറേ? പയ്യനെ കിട്ടി സാറേ. എവിടുന്ന് കിട്ടി? തമ്മനത്തൊരു വാടക വീട്ടിൽ നിന്ന്. ഹൗസ് ഓണർ സംശയം തോന്നിട്ട് വിളിച്ചു പറഞ്ഞാ. കൂടെ ഒരു പെണ്ണുണ്ട്. വിളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ ഉണ്ടെങ്കിലും ആയിരിക്കും. എന്തേത്? ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. മോൻ ഞാൻ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയതാണ്. എന്നിട്ട് അവ കാണിച്ച തമ്പാനത്തിന് നോക്ക്. ഇവര് ഞാൻ എന്താ കളിയാ? നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ തന്തവൈബാണ് എന്നും പറഞ്ഞ് കളിയാക്കിയിരുന്ന സമയത്ത് വൈബ് തന്തയാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ശ്രമം നടത്തി നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ നല്ല ബോധ്യായി, വൈബ് തന്തയേക്കാൾ നല്ലത് തന്തവൈബ് തന്നെയാ.